ഇന്ന് നത്തോലി മീൻ വെച്ച് നമുക്ക് ഒരു പീര പറ്റിക്കാം. 500 ഗ്രാം നത്തോലി തലയൊക്കെ മാറ്റി 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 10 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം എടുത്താലും മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട്. 10 പച്ചമുളക് നടുകെ പിളർന്നെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കറിവേപ്പിലയും 1.5 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 3 കുടംപുളി 1 കപ്പ് വെള്ളത്തിൽ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്ന ഒരു ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ മീനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി തുറന്ന് വെച്ച് നമുക്കിതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതിലെ വെള്ളം വറ്റി വരാനായിട്ട്. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പീര തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.